അത്തമ്പത്തിനു പൊന്നോണം ഒത്തുപാടുക. നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. പൂവിളിയുമായി പൊന്നോണമെത്തി. ഇന്ന് അത്തം. സമഭാവനയുടെ സന്ദേശവുമായി എത്തുന്ന ഓണക്കാലത്തിന്റെ വിളംബരമായി ഇന്ന് അത്തം. ഇനി 10 നാൾ വീട്ടുമുറ്റങ്ങളിൽ ഓണപ്പൂക്കളമൊരുക്കി മലയാളികൾ തിരുവോണത്തെ വരവേൽക്കും. സംസ്ഥാനത്തെങ്ങും ഓണത്തെ വരവേൽക്കാൻ ഒരുക്കങ്ങളായി. മാർക്കറ്റുകളിലെല്ലാം വൻ തിരക്കാണ്. ഓണമേളകളിൽ മുൻവർഷങ്ങളേക്കാൾ കച്ചവടം വർദ്ധിച്ചു. പൊതുവിപണിയേക്കാൾ 35% വരെ കുറവ് ലഭിക്കുന്നുണ്ട്. സപ്ലൈകോ, മാവേലി സ്റ്റോറുകളിലും വലിയ ക്യൂവാണ്. വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ, പെൻഷൻ, ബോണസ് എന്നിവ വിതരണം ചെയ്യുന്നതോടെ മാർക്കറ്റിൽ തിരക്ക് വർദ്ധിക്കും. സ്കൂളുകളിൽ ഓണപരീക്ഷ കഴിയുന്നതോടെ 2 ദിവസം ആഘോഷമാകും. പ്രസിദ്ധമായ തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ മൈതാനത്ത് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി പി രാജീവ് അത്തപതാക ഉയർത്തി. നടൻ ജയറാം ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. കേന്ദ്രം കഴിയൊഴിഞ്ഞിട്ടും കൈപിടിച്ചു കേരളം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ഓണം സമ്മാനം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ഓണസമ്മാനമായി 1200 രൂപ നൽകാൻ തീരുമാനിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നുവെന്ന് മന്ത്രി എം പി രാജേഷ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 200 രൂപ അധികമാണ് ഇക്കുറി നൽകുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു. 5,25,991 തൊഴിലാളികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക എന്നും മന്ത്രി വ്യക്തമാക്കി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലും കഴിഞ്ഞ സാമ്പത്തിക വർഷം 100 പ്രവൃത്തി ദിനം പൂർത്തിയാക്കിയവർക്കാണ് ആനുകൂല്യം ലഭിക്കുക എന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും ജനക്ഷേമ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് നമ്മുടെ സർക്കാർ. 5,25,991 തൊഴിലാളികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലും കഴിഞ്ഞ സാമ്പത്തിക വർഷം 100 പ്രവൃത്തി ദിനം പൂർത്തിയാക്കിയവർക്കാണ് ആനുകൂല്യം ലഭിക്കുക. കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും ജനക്ഷേമ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് നമ്മുടെ സർക്കാർ. കരുത്തോടെ കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIക്ക് ഉജ്ജ്വല വിജയം. കണ്ണൂർ സർവകലാശാല കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയക്കൊടി പാറിച്ച് SFI. കണ്ണൂരിലെയും കാസർഗോഡെയും കോളേജുകളിൽ SFIയുടെ തേരോട്ടം. വർഗീയ ശക്തികൾക്കെതിരെ നടത്തിയ പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ SFIക്കൊപ്പമാണ് തെളിയിക്കുന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം. കണ്ണൂരിൽ KSUവിന്റെ കുത്തകയായിരുന്ന കൂത്തുപറമ്പ് നിർമ്മലേരി കോളേജ് SFI പിടിച്ചെടുത്തു. 14 വർഷമായി KSU ഭരിച്ചു വന്ന ചെറുപുഴ നവജ്യോതി കോളേജ് SFI പിടിച്ചെടുത്തു. രാജപുരം സെന്റ് പീറ്റേഴ്സ് കോളേജ് KSU MSF ABP മാനേജ്മെന്റ് കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തിയാണ് SFI യൂണിയൻ നേടിയത്. മാടായി കോളേജിൽ KSU MSF അവിശുദ്ധ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തി SFI യൂണിയൻ തിരിച്ചുപിടിച്ചു. ബ്രണ്ണൻ, പയ്യന്നൂർ, പെരിങ്ങോം കോളേജുകളിലും മുഴുവൻ സീറ്റിലും SFI വിജയിച്ചു. കണ്ണൂർ SN കോളേജിലും SFI വിജയക്കൊടി പാറിച്ചു. കാസർഗോഡ് ജില്ലയിലെ 17 ക്യാമ്പസിൽ 10 SFI വിജയിച്ചു. നേരത്തെ 5 SFI എതിരില്ലാതെ ജയിച്ചിരുന്നു. കാനങ്ങാട് നെഹ്റു കോളേജ്, രാജപുരം സെന്റ് പീറ്റേഴ്സ്, മുഞ്ഞാട് പീപ്പിൾസ് കോളേജ്, ഉദുമ ഗവൺമെന്റ് കോളേജ് എന്നിവിടങ്ങളിൽ SFI എല്ലാ സീറ്റിലും ജയിച്ചു. എളേരിത്തട്ട് EK നായനാർ ഗവൺമെന്റ് കോളേജ്, കിനാനൂർ കരിന്തളം ഗവൺമെന്റ് കോളേജ്, മടിക്കൈ IHRD കലിച്ചാനൊടുക്കം SNDP കോളേജ്, പള്ളിപ്പാറ IHRD കോളേജുകളിൽ നേരത്തെ എതിരില്ലാതെ ജയിച്ചിരുന്നു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ജനറൽ സെക്രട്ടറി, ജനറൽ ക്യാപ്റ്റൻ, UUC മാഗസിൻ എഡിറ്റർ എന്നീ സീറ്റുകളിൽ SFI ജയിച്ചു. മഞ്ചേശ്വരം കോളേജ് ജനറൽ ക്യാപ്റ്റൻ, PG റെപ്പ് സീറ്റുകൾ SFI നേടി. പടന്നക്കാട് CK നായർ കോളേജിൽ റെപ്പ് 2 അസോസിയേഷൻ സീറ്റുകളും നേടി. പെരിയ അംബേദ്കർ കോളേജിൽ 3 അസോസിയേഷൻ സീറ്റുകളും നേടി. സൗജന്യ ഓണക്കിറ്റ് വിതരണം തുടങ്ങി. നൽകുന്നത് 15 സാധനങ്ങൾ അടങ്ങിയ 6,03,291 ഭക്ഷ്യക്കിറ്റുകൾ. സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റ് വിതരണം തുടങ്ങി. സംസ്ഥാന വിതരണോദ്ഘാടനം രാവിലെ 9:30 ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഭക്ഷ്യമന്ത്രി GR അനിൽ നിർവഹിക്കും. 15 സാധനങ്ങൾ അടങ്ങിയ 6,03,291 കിറ്റുകളാണ് നൽകുക. 5,92,657 മഞ്ഞക്കാർഡുകൾക്ക് കിറ്റ് വിതരണം റേഷൻ കട വഴിയാകും. സെപ്റ്റംബർ 4 വരെ കിറ്റ് വാങ്ങാം.
ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുള്ള കിറ്റ് ഉദ്യോഗസ്ഥർ എത്തിക്കും. ക്ഷേമ സ്ഥാപനത്തിലെ 4 അന്തേവാസികൾക്ക് 1 കിറ്റ് എന്ന നിലയിലാണ് നൽകുക. ഇത്തരത്തിൽ 10,634 കിറ്റുകൾ നൽകും. ഓണക്കാലത്ത് പിങ്കാർഡുകാർക്ക് നിലവിലുള്ള വിഹിതത്തിന് പുറമെ 5 കിലോ അരി നൽകും. നീലക്കാർഡിന് 10 കിലോയും വെള്ളക്കാർഡിന് 15 കിലോയും അരി നൽകും. കിലോയ്ക്ക് 10 രൂപ നിരക്കിലാണ് ഇത്. എഴുത്തുകാരൻ എസ് ഹരീഷുമായി സർഗസംവാദം. കാനങ്ങാട് മുനിസിപ്പൽ ലൈബ്രറിയുടെയും DC ബുക്സ് കാനങ്ങാടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രശസ്ത എഴുത്തുകാരൻ എസ് ഹരീഷുമായി സർഗസംവാദം നടത്തി. ജീവിതാനുഭവങ്ങളുടെ പട്ടുനൂൽ എന്ന പേരിൽ നഗരസഭാ ടൗൺ ഹാളിൽ കാനങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K പ്രഭാവതി അധ്യക്ഷത വഹിച്ചു. എസ് ഹരീഷ് തന്റെ രചനാനുഭവങ്ങൾ പങ്കുവച്ചു. കഥാകൃത്ത് VM മൃദുൽ സംവാദം ഏകോപിപ്പിച്ച് സംസാരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ K ലത, KV സരസ്വതി, K അനീഷൻ, എഴുത്തുകാരായ KN പ്രശാന്ത്, നാരായണൻ ആലത്തറ, ഡോക്ടർ ചന്ദ്രബോസ്, MK ഗോപകുമാർ, മാധവൻ നമ്പ്യാർ, അനീഷ് വേങ്ങാട്, ജയരാജ് തുരുത്തി എന്നിവർ സംസാരിച്ചു. നഗരസഭാ കൗൺസിലറും ലൈബ്രറി കമ്മിറ്റി കൺവീനറുമായ K രവീന്ദ്രൻ സ്വാഗതവും കാനങ്ങാട് DC ബുക്സിലെ നിതിൻ KV നന്ദിയും പറഞ്ഞു. അനാഥ അഗതി ദിനാചരണം സംഘടിപ്പിച്ചു. കേരള ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെയും ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മദർ തെരേസയുടെ ജന്മദിനത്തിൽ അനാഥ അഗതി ദിനാചരണം സംഘടിപ്പിച്ചു. ഇരട്ടി നെല്ലിക്കാമ്പൊയിൽ പുഷ്പാലയം ഹോമിൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബർട്ട് ജോർജ് അധ്യക്ഷനായി. CMC പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റഫർ സിസ്റ്റർ ലിറ്റിൽ മദർ തെരേസ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെയും ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെയും നേതൃത്വത്തിൽ സ്നേഹ വിരുന്നും ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാരുടെ കലാപരിപാടികളും നടന്നു. ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS ലിസി, ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് P ഷാജി, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ P ബിജു, ഓർഫനേജ് കൺട്രോൾ ബോർഡ് അംഗം സിസ്റ്റർ വിനിത DSS, സെന്റ് സെബാസ്റ്റ്യൻ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ച് വികാരി ഫാദർ ജോസഫ് കവനാടിയിൽ, നെല്ലിക്കാമ്പൊയിൽ വാർഡംഗം PA നോബിൻ, ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് സീനിയർ സൂപ്രണ്ട് PK നാസർ, ഓൾ ഇന്ത്യ അസോസിയേഷൻ ഓഫ് ഓർഫനേജ് പ്രസിഡന്റ് MJ സ്റ്റീഫൻ, ഓർഫനേജ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് CK സജി, പുഷ്പാലയം സോഷ തുടങ്ങിയവർ സംബന്ധിച്ചു. സപ്ലൈകോ ഓണം ഫെയർ വാഹനം നാട്ടിലെത്തും. സപ്ലൈകോയുടെ ഓണം ഫെയർ മൊബൈൽ വാഹനം സെപ്റ്റംബർ 4 വരെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെത്തും. കണ്ണൂർ തളിപ്പറമ്പ് ഡിപ്പോ കീഴിൽ ഓഗസ്റ്റ് 27-ന്, 28 പയ്യന്നൂർ, 29-ന് പാലക്കോട്ട് പയ്യന്നൂർ, 31-ന് ചാലാട്, സെപ്റ്റംബർ 1-ന് നടാൽ, 2-ന് കാഞ്ഞിരക്കൊല്ലി, 3-ന് ചുള്ളിയാട്, 4-ന് ചീക്കാട് എന്നിവിടങ്ങളിൽ സപ്ലൈകോയുടെ ഓണം ഫെയർ മൊബൈൽ വാഹനം എത്തും. തലശ്ശേരി ഡിപ്പോയിൽ ഓഗസ്റ്റ് 27-ന് നായാട്ടുപറ, കൊളശ്ശേരി 28-ന് ആറളം കൂട്ടുപുഴ, 29-ന് ഈരായിക്കൊല്ലി, കണ്ണവം 31-ന് കക്കുവാപാലം, ഉളിയിൽ 31-ന് മാടപ്പിടിക, 31-ന് പൊന്നിൻസറാമ്പി എന്നിവിടങ്ങളിൽ ഓണം ഫെയർ വാഹനമെത്തും. സെപ്റ്റംബർ 1-ന് പൂക്കോം, നെടുമ്പ്രം എന്നിവിടങ്ങളിലും, 2-ന് പെരിങ്ങത്തൂർ ചൊക്ലി, 3-ന് കൊളോളം, കിണവക്കൽ, 4-ന് ആലച്ചേരി സ്കൂൾ, തൊക്കിലങ്ങാടി എന്നിവിടങ്ങളിലും ഓണം ഫെയർ വാഹനമെത്തും. ചരിത്രം കുടിയേറിയ മണ്ണിനെ അറിയാം ഉദ്ഘാടനത്തിനൊരുങ്ങി ബിഷപ്പ് വള്ളോപ്പിള്ളി സ്മാരക മ്യൂസിയം. മനോധൈര്യം മാത്രം കൈമുതലാക്കി മെച്ചപ്പെട്ട ജീവിത ലക്ഷ്യം വെച്ച് തിരുവിതാംകൂർ പ്രദേശങ്ങളിൽ നിന്ന് മലബാറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയവരുടെ ജീവിത അടയാളപ്പെടുത്തുന്ന ചെമ്പന്തൊട്ടി ബിഷപ്പ് വള്ളോപ്പിള്ളി സ്മാരക മ്യൂസിയം ഉദ്ഘാടനത്തിനൊരുങ്ങി. തലശ്ശേരി അതിരൂപത 99 വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയ ഒരേക്കർ സ്ഥലത്ത് ലളിതകലാ അക്കാദമിയുടെ കക്കാണൽപ്പാറ കലാഗ്രാമത്തിന്റെ മാതൃകയിലാണ് മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. മ്യൂസിയത്തിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം ഓഗസ്റ്റ് 30-ന് വൈകിട്ട് 3:30-ന് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും. അഡ്വക്കേറ്റ് സജി ജോസഫ് MLA അധ്യക്ഷനാകും. K സുധാകരൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി എന്നിവ മുഖ്യ അതിഥികളാകും. സാംസ്കാരിക വകുപ്പിന്റെ 75 ലക്ഷം രൂപ ചെലവിലാണ് 1ാം ഘട്ടം പൂർത്തിയാക്കിയത്. ഇതോടൊപ്പം അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA അനുവദിച്ച 7 ലക്ഷം ഉപയോഗിച്ച ചെമ്പന്തൊട്ടി നടുവിൽ റോഡിൽ നിന്ന് മ്യൂസിയത്തിലേക്കുള്ള റോഡ് ടാറിംഗ് പ്രവൃത്തിയും പൂർത്തീകരിച്ചിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പിന്റെ 1.25 കോടി രൂപയും KC ജോസഫ് മുൻ MLA 50 ലക്ഷം രൂപ ആസ്തി വികസന ഫണ്ടും ചേർത്ത് 2.25 കോടി രൂപയുടെ 2ാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. പിണറായി ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിലവിലെ
നിർമ്മാണ ചുമതല. DTPC ഓണാഘോഷ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. സംസ്ഥാന ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് സെപ്റ്റംബർ 2 മുതൽ 9 വരെ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി കണ്ണൂർ നഗരത്തിലെ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖല, സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾക്കായി പൂക്കള മത്സരം സംഘടിപ്പിക്കുന്നു. സംസ്ഥാനങ്ങളിൽ തന്നെയാണ് പൂക്കളം ഒരുക്കേണ്ടത്. വിജയികളാകുന്ന ആദ്യ 3 സംസ്ഥാനക്കാർക്ക് 10,000, 7,500, 5,000 രൂപ വീതം ലഭിക്കും. പ്രോത്സാഹന സമ്മാനമായി 5 പേർക്ക് 1000 രൂപ വീതവും നൽകും. അതത് സ്ഥാപനങ്ങൾ സന്ദർശിച്ചാണ് വിധി നിർണയം നടത്തുക. സെപ്റ്റംബർ 2 കണ്ണൂർ ടൗൺ സ്ക്വയറിൽ നടക്കുന്ന തിരുവാതിരക്കളി മത്സരത്തിൽ ആദ്യ രജിസ്റ്റർ ചെയ്യുന്ന 20 ടീമുകൾക്ക് പങ്കെടുക്കാം. താല്പര്യമുള്ളവർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യണം. DDSന് ആസ്ഥാന മന്ദിരം, കൂടാളി ഗ്രാമപഞ്ചായത്തിൽ മൂലക്കരി വാർഡിൽ CDS ആസ്ഥാന മന്ദിരം തുടങ്ങി. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M. രതീഷ് ഉദ്ഘാടനം ചെയ്തു. കൂടാളി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. വസന്ത അധ്യക്ഷയായി. KP ജലജ, T. മഞ്ജുള, PP ലക്ഷ്മണൻ, K. മോഹനൻ, K. ഗിരിജ, K. ശ്രീജേഷ്, M. ഷൈനി എന്നിവർ സംസാരിച്ചു. ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ബാലമാനസം പദ്ധതിക്ക് തുടക്കമായി. ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ബാലമാനസം പദ്ധതിയുടെ എക്സ്റേ മെഷീന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുട്ടികളുടെ സ്വഭാവ പഠന വൈകല്യങ്ങൾക്കുള്ള ചികിത്സാ പദ്ധതി ബാലമാനസം നടപ്പിലാക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് മുഖേന കൊച്ചി ഷിപ്പ്യാർഡിന്റെ CSR ഫണ്ട് വിനിയോഗിച്ച് 11,79,000 രൂപ ചെലവിലാണ് എക്സ്റേ മെഷീൻ സ്ഥാപിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ DC ദീപ്തി മുഖ്യ അതിഥിയായി. കൊച്ചിൻ ഷിപ്പ്യാർഡിലെ സമ്പത് കുമാർ ഫണ്ട് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സൂസൻ ജോൺ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മഞ്ജു ജോസഫ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് മാനേജർ AK യൂസഫ്, സെക്രട്ടറി M. സഞ്ജയൻ, മറ്റു ഉദ്യോഗസ്ഥർ, HMC അംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു.